വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ യുവതി അറസ്റ്റിൽ. കൊല്ലം കല്ലട സ്വദേശിനി ചിഞ്ചു അനീഷാണ് പിടിയിലായത്. എറണാകുളം കലൂരിൽ നിന്നാണ് പ്രതിയെ പുനലൂർ പോലീസ് പിടികൂടിയത്. ന്യൂസിലാൻഡിലെ സീപോർട്ടിൽ തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ്. സമൂഹമാധ്യമങ്ങൾ വഴി പരസ്യത്തിലൂടെ യുവാക്കളെ വിശ്വസിപ്പിച്ചു. എറണാകുളം പെരുമ്പാവൂരിലെ ഫ്ലൈവില്ല ട്രീ, ടാലന്റ് വിസ കൺസൾട്ടൻസി എന്നീ സ്ഥാപനങ്ങളുടെ മറവിലാണ് ചിഞ്ചു അനീഷും സംഘവും ലക്ഷങ്ങൾ തട്ടിയത്. വ്യാജ ഓഫർ ലെറ്റർ ചമച്ച് പലരെയും കബളിപ്പിച്ചു. കേസിൽ ഫ്ലൈവില്ല ട്രീ ഉടമകളിൽ ഒരാളായ ബിനിൽ കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഒളിവിലായിരുന്ന കല്ലട സ്വദേശി ചിഞ്ചു അനീഷിനെ ഇപ്പോഴാണ് പിടികൂടിയത്. കൊല്ലം സ്വദേശിയായ നിഷാദിന്റെ പരാതിയിലാണ് നടപടി. നിഷാദിൽ നിന്ന് മാത്രം 11 ലക്ഷം രൂപ സംഘം തട്ടിയെടുത്തു. ഗൂഗിൾ മീറ്റിൽ വരികയും ഞാൻ എൻ്റെ ഫണ്ട്, എനിക്ക് ഓഫർ ലെറ്ററും വ്യാജരേഖകളും സംശയം തോന്നിയതിനെ തുടങ്ങി തിരികെ ചോദിച്ചു. എൻ്റെ ഫണ്ട് ചോദിച്ചപ്പോൾ അതിനുവേണ്ടി അവരൊരു ഗൂഗിൾ മീറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ വന്നിട്ട് പറഞ്ഞു നിഷാദിൻ്റെ വിസ ന്യൂസിലാൻഡ് എമിഗ്രേഷൻ സൈറ്റിൽ ആക്ടിവേഷനായി കിടക്കുകയാണ്, അത് മെയിലിലോട്ട് ഫോർവേഡ് ചെയ്യുന്ന താമസമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ട് 2 ഘട്ടങ്ങളായിട്ട് പുനലൂർ ഫെഡറൽ ബാങ്കിൽ നിന്നും 11.5 ലക്ഷം രൂപ ഇപ്പം തട്ടിയെടുത്തിട്ട് ഇവർക്ക് ഇപ്പം പോലീസിൽ ഞാൻ പരാതി കൊടുക്കുകയുണ്ടായി. പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയുണ്ടായി. മുൻപ് തട്ടിപ്പ് കേസിൽ എറണാകുളം നോർത്ത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോലി വാഗ്ദാനത്തിലെ തട്ടിപ്പിനിരയായവരിൽ കൂടുതൽ പേർക്കും ചിഞ്ചു ക്രൂയിസ് ഷിപ്പ് ക്രൂ ജോയിനിങ് വിസിറ്റിംഗ് വിസയാണ് നൽകിയത്. ഇത് കപ്പലിൽ ജോലിയുള്ളവർക്ക് ജോയിൻ ചെയ്യുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. 12,000 രൂപ മാത്രം ഫീസുള്ള ഈ വിസയ്ക്ക് 10-12 ലക്ഷമാണ് ഓരോരുത്തരും നൽകിയിരുന്നത്. ഇതിലൂടെ പല യുവാക്കളും വഞ്ചിക്കപ്പെട്ടു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യപരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം.